എന്തൊക്കെ തെറ്റിദ്ധാരണകളാ മുജാഹിദുകളെ കുറിച്ച്. മുജാഹിദുകളെ അടുത്തുനിന്ന് കേൾക്കൂല, അവരിൽ നിന്ന് മനസ്സിലാക്കൂല. ഈ ധാരണകളെ ആളുകളെ, സഹോദരന്മാരെ, എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാ ഇവരുടെ പള്ളിയിൽ സ്ത്രീകൾ വരുന്നു. സ്ത്രീകളുടെ വളകിലിക്കം കേൾക്കാഞ്ഞാൽ ഇമാമിന് നിസ്കാരം ശരിയാവില്ല, മുജാഹിദ് നിസ്കാരം ശരിയാവില്ല. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളാ ഭീഷണിയിൽ വീണുകൊണ്ട നരകത്തിലേക്കാ പെണ്ണെ നീ പോകുന്നതെന്ന് മുസ്ലിയാക്കന്മാര് പറഞ്ഞോട്ടെ. മുത്തനേതാവിന്റെ കാലത്ത് കുന്ന നിസാഉൽ മുഅ്മിനാതി യശ്ഹദുന മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഫജ്രി മുതലഫിയാതിൻ ബിമുറൂതിഹിന്ന വയൻഖലിബന ഇലാ ബുയൂതിഹിന്ന ഹീന യഖ്ദീന الصلاة വലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അവിടുത്തോടൊപ്പം സുബഹി നിസ്കരിക്കാൻ വേണ്ടി ഉമ്മമാരതാ തട്ടവും പുതച്ചുകൊണ്ട്, അതാ വസ്ത്രവും ധരിച്ചുകൊണ്ട്, തട്ടവും പുതച്ചുകൊണ്ട് അതാ മദീനത്തെ പള്ളിയിലേക്ക് വരുന്നു. നിസ്കാരം കഴിഞ്ഞിട്ടവർ മടങ്ങിപ്പോകുമ്പോ പോകുന്നത് ഫാത്തിമയാണോ, പോകുന്നത് ആരാണ് എന്ന് തിരിച്ചറിയാനാവാത്തത്ര ഇരുട്ടുള്ള നേരത്താണ് അവർ മടങ്ങിപ്പോകുന്നത് എന്ന് ഹദീസിൽ കാണുന്നില്ലേ? ആരാ പിന്നെ ഇത് ഹറാമാക്കിയത്? പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകൽ നിർബന്ധമില്ല, പക്ഷേ അവർക്കും പോയാൽ പുണ്യമില്ലേ? ആ പുണ്യമില്ലെന്ന് പറയാൻ അവർക്കത് പോകുന്നത് ഹറാമാണ്, മദ്യപാനം പോലെ ഹറാമാണ് എന്നൊക്കെ ഫത്വ പറയാൻ ആർക്കാണ് ഇവിടെ ദീനിൽ അധികാരമുള്ളത്? മുത്തനേതാവിന്റെ പള്ളി, ലോകത്തുള്ള ഏറ്റവും വലിയ 3 പള്ളികൾ, പുണ്യമാക്കപ്പെട്ട ശറഫാക്കപ്പെട്ട മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, സ്ഥാപിതമായ നാള് തൊട്ട് വഖത്ത് വരെ അവിടെ പെണ്ണുങ്ങളില്ലേ? സ്ഥാപിതമായ നാള് തൊട്ട് ഇന്ന് വരെ അവിടെ പെണ്ണുങ്ങളില്ലേ? സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല, ഫിത്നയാണ്. അമ്പംകുന്നില ഔലിയ പാപ്പാന്റെ അടുത്തേക്ക് പോകാം, പൊട്ടച്ചിറ ബീവിയുടെ അടുത്തേക്ക് പോകാം, പുത്തമ്പള്ളിയിലേക്ക് പോകാം, ജീപ്പ് വിളിച്ചിട്ടും പോകാം, ബസ്സിൽ തൂങ്ങിയിട്ടും പോകാം, അല്ലാതെയും പോകാം, വീഡിയോ കോച്ച് ബസ്സിലും പോകാം, തിരക്കിയിട്ടും പോകാം, തിരക്കാതെയും പോകാം. അവിടെയൊന്നും ഫിത്നയില്ല. അതേ അവസരത്തിൽ തൃക്കടീരി പള്ളി അടക്കമുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് അവൾ പോയി ഇസ്ലാമിന്റെ വേഷവും ധരിച്ചുകൊണ്ട് ഒന്ന് നിസ്കാരം നിർവഹിച്ചു പോന്നാൽ അത് ഇസ്ലാമല്ലെന്ന് പറയാനും, അത്തരത്തിലുള്ള പെണ്ണുങ്ങളെ പുലഭ്യം പറയാനും, അത്തരത്തിലുള്ള സ്ത്രീകളെ കുറിച്ച് ആരോപണം വരെ പറയാനും ധൈര്യം കാണിക്കുന്നവരെ, ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ദീനുമായി എന്താണ് ഇതിന് ബന്ധം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതുപോലെ തന്നെ ഈദ്ഗാഹിൽ നിസ്കരിച്ചാൽ അതും കുറ്റമായി. പള്ളി ഒഴിവാക്കിയിട്ട് ഇവർക്ക് അങ്ങാടിയാണ് നിസ്കരിക്കാൻ നല്ലത്. പെണ്ണുങ്ങൾ ഈദ്ഗാഹിലേക്ക് കൊണ്ടുപോകുന്നു, മൈതാനത്ത് നിസ്കരിക്കുന്നു. പുണ്യമാക്കപ്പെട്ട പള്ളി വിട്ടിട്ടാണ് ഇവർ മൈതാനത്തേക്ക് പോകുന്നത്. പുണ്യം നിശ്ചയിക്കേണ്ടത് റസൂലുള്ളാഹിയാണ്. അല്ലാഹുവിന്റെ വഹി അനുസരിച്ച് അവിടുന്ന് നിശ്ചയിച്ചു തന്നിട്ടുമുണ്ട്. മദീനത്തെ പള്ളി ഉണ്ടായിരിക്കെ തന്നെ അവിടുന്ന് മദീനയിൽ പുറത്തേക്കാണ് നിസ്കാരത്തിന് പോയത്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ തന്നെയും എന്താ പറഞ്ഞത്? പള്ളിയേക്കാൾ ഉത്തമം അവർക്ക് മൈതാനമാണെന്നല്ലേ? ഷാഫി മദ്ഹബിൽ മാത്രമല്ലേ അതിന് അപവാദമായ മറ്റൊരഭിപ്രായമുള്ളത്? പള്ളി വിശാലമാണെങ്കിൽ പള്ളിയാണ് ഉത്തമം എന്ന് പറയുന്നുണ്ട്. പക്ഷേ മറ്റുള്ള 3 മദ്ഹബിന്റെ ഇമാമികളും എന്താ പറഞ്ഞത്? പള്ളി വിശാലമാവട്ടെ, അല്ലാതിരിക്കട്ടെ, മൈതാനത്തേക്കാണ് നിസ്കാരത്തിന് പോകേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സമ്പ്രദായമാണ്. എന്നിട്ട് ആ സുന്നത്ത് ഒരു സ്ഥലത്ത് നടത്തുകയാണെങ്കിൽ അതാ പള്ളി വിട്ട് മൈതാനത്തിലേക്ക് പോകുന്നു, ആണും പെണ്ണും ഒരുമിക്കുന്നു, കൂത്താട്ടം തന്നെ എന്ന് പരാതി പറയുന്ന സഹോദരാ, ചിന്തിച്ചുകൂടെ? അതാ റമദാനിന്റെ അവസാനത്തെ 10 പുണ്യരാത്രിയിൽ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കാൻ മുത്തുനബി പറഞ്ഞപ്പോ ശറഫാക്കപ്പെട്ട പള്ളിയിലെ ഇത്തിക്കാഫും വിട്ടിട്ട് അതാ സലാത്ത് തങ്ങളെ പാടത്തേക്ക് പോകുന്നതിൽ തെറ്റില്ലയല്ലേ? അവിടെ നിങ്ങൾക്ക് സുന്നത്തില്ലയല്ലേ? ചിന്തിക്കേണ്ടതല്ലേ? എന്താണ് ഓരോന്നും വിപരീതമായി കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ആലോചിക്കണം, ചിന്ത വേണം. നിങ്ങൾ പ്രത്യേകമായി തന്നെ ആലോചിക്കേണ്ടതും പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമുണ്ട്. ഇസ്ലാമിൽ അനുവാദമുള്ള ഒരു സംഗതിയെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടൊരു പെണ്ണ് പള്ളിയിലെ കച്ചടക്കത്തോടുകൂടെ വന്ന് നിസ്കാരം നിർവഹിച്ചു പോയാൽ, ജുമാക്ക് പങ്കെടുത്താൽ അത് ഹറാമാണെന്ന് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? അതിനൊരു പ്രമാണങ്ങളുടെയും പിൻബലമില്ല. അതുപോലെ തന്നെ ഈ പള്ളിയിൽ ജുമാക്ക് പങ്കെടുക്കുന്ന ആളുകൾക്ക് അതാ അവിടുത്തെ ഉപദേശങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചിലർ
ഇവരൊക്കെ ചോദിക്കാറുണ്ട്, ഓ മുജാഹിദുകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഏതെങ്കിലും ഒരു ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സഹോദരന്മാരെ, അത് കേൾക്കുന്ന സഹോദരന്മാരെ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഭാഷയാണോ ഇവിടുത്തെ പ്രശ്നം അതോ വിഷയമാണോ? ഉന്നാര നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ നടത്തിയ ധാരാളക്കണക്കിന് ഖുതുബകളില്ലേ, ഏതെങ്കിലും ഒരു ഖുതുബ റസൂലുള്ളാഹി നടത്തിയിട്ട് പള്ളിയിൽ കൂടിയ സഹാബത്തിന് മനസ്സിലാകാതെ പോയിട്ടുണ്ടോ? ജനങ്ങൾക്ക് മനസ്സിലാകാത്തൊരു ഖുതുബ ഉന്നാര നേതാവ് നടത്തിയിട്ടുണ്ടോ? അതുകൊണ്ട് ജനത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാനാണ് ഖുതുബ. അവിടുന്ന് അങ്ങനെയായിരുന്നു. മിമ്പറിൽ കയറിയാൽ അവിടുന്ന് കാന യഖറഉൽ ഖുർആന, ഖുർആൻ ഓതിയിട്ട് വയുദക്കിറുന്നാസ്, ജനങ്ങൾക്ക് ഉത്ബോധനം കൊടുക്കും. ഉത്ബോധനത്തിന്റെ ഗൗരവത്തിനനുസരിച്ച് ഒരേ ട്യൂണിലല്ല അവിടുന്ന് ഖുത്ബ നിർവഹിക്കുന്നത്. അലാ സൗതുഹു, അവിടുത്തെ ശബ്ദം ചിലപ്പോൾ പറയുന്ന വിഷയത്തിന്റെ ഗൗരവമനുസരിച്ച് ഉയർന്നു പോകും. യഹ്മറത്ത് ഐനാ, കണ്ണുകൾ ചിലപ്പോൾ ചുവന്നു തൊടുക്കും. അങ്ങനെ ഹത്താ കഅന്നഹു മുൻദിറു ജയ്ഷ്, ഒരു പട്ടാള നായകൻ തന്റെ പട്ടാളക്കാരോട് മുന്നറിയിപ്പ് നൽകും പോലെ ഗൗരവത്തോടുകൂടി മിമ്പറിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി ഇസ്ലാം പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു പ്രദേശത്തുള്ള ആളുകൾ മുഴുവനും പള്ളിയിൽ ചെന്ന് അവരുടെ എല്ലാ ജോലിയും ഒഴിവാക്കിയിട്ട് ഖതീബ് മിമ്പറിൽ കയറുന്നതിന്റെ മുമ്പ് തന്നെ പള്ളിയിൽ ഹാജരായി കഴിഞ്ഞുകൊണ്ട് അവിടെ നടക്കുന്ന ഉത്ബോധനം ശ്രവിക്കുന്നു, നിസ്കാരം കഴിക്കുന്നു. അവിടെ കേട്ട ആ പ്രകാശത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ മാറ്റിമറിക്കുന്നു. കുടുംബത്തിൽ മാറ്റം വരുന്നു, അല്ലാഹനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നു. കാരണം അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ വമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആര് അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുവോ, തന്റെ മനസ്സിനെ തെറ്റുകളില്ലെന്ന് പിടിച്ചു നിർത്തിക്കൊണ്ട് ഹറാമുകൾ ചെയ്യാതെ, അല്ലാഹ് നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല, നിനക്കിഷ്ടമില്ലാത്തത് നീ തന്ന കണ്ണുകൊണ്ട് ഞാൻ കാണില്ല, നിനക്കിഷ്ടമില്ലാത്ത സംഗീതങ്ങളും മ്യൂസിക്കുകളുമൊന്നും നീ തന്ന ഈ കാതുകൊണ്ട് ഞാൻ കേൾക്കില്ല, നിനക്കിഷ്ടമില്ലാത്തിടത്തേക്ക് ഞാൻ പോകില്ല, നിനക്കിഷ്ടമില്ലാത്ത വേഷം ഞാൻ ധരിക്കില്ല, അല്ലാഹ് നിനക്ക് വെറുപ്പുള്ളത് ഞാൻ പറയില്ല, ഞാൻ നിന്നെ സ്മരിക്കുന്നു, ഞാൻ നിന്നെ ഓർക്കുന്നു. ആ നിലക്ക് മനുഷ്യന്റെ മനസ്സിനെ, ജീവിതത്തെ മുഴുവൻ ഹറാമുകളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പലിശയുമായി ബന്ധപ്പെടാതെ, ഹറാമ് സ്വന്തമായി തിന്നാതെ, കുട്ടികളെ തീറ്റിക്കാതെ, ആ നിലക്കുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് മക്കളെ, ഉമ്മബാപ്പമാരോട് ആദരവ് കാണിക്കേണ്ട ലോകമാണ്, മക്കളെ ശ്രദ്ധിക്കേണ്ട ലോകമാണ്. ഉപ്പമാരെ, രക്ഷിതാക്കളെ, ഭാര്യാഭർത്തൃബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്ന ലോകമാണ്, സംശയങ്ങൾ അധികരിക്കുന്ന ലോകമാണ്. ഒരുപാട് തെറ്റുകളിലേക്ക് ഗൾഫുകാരുടെ ഭാര്യമാര് പോകുന്ന കാലമാണ്. അല്ലാത്തവരും അത് പതിക്കുന്ന ലോകമാണ്. ഈമാൻ എന്ന ചങ്ങലയല്ലാതെ നമ്മെ തളച്ചിടാൻ ഈ ലോകത്തൊരു ചങ്ങല നമുക്കില്ല കേട്ടോ. നമ്മെ കെട്ടിയിടേണ്ടത് അല്ലാഹനെ പറ്റിയുള്ള അടിയുറച്ച വിശ്വാസമാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ രക്ഷിതാവ് നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നീ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, നീ എന്തെങ്കിലും കുതിയാടുന്നുണ്ടെങ്കിൽ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നീ എന്തൊന്ന് പറയുന്നുണ്ടെങ്കിലും അത് റിക്കാർഡാക്കാൻ മലക്കുകളുണ്ട് കേട്ടോ. നാളെ മഹ്ശറിലെത്തിയാൽ ഒന്നൊഴിയാതെ നിന്റെ മുമ്പിൽ അങ്ങ് കാണുമ്പോ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ ഹിസാഹാ, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ആരും അറിയാതെ ഞാൻ ചെയ്തതൊക്കെയും ഇതിൽ രേഖപ്പെട്ട് കാണുന്നല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുമ്പോ അവിടെ ആരും രക്ഷക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് ഖബറിലടക്കം രക്ഷ വേണമെങ്കിൽ അമല് ചെയ്യണം, വിശ്വാസം നന്നാക്കണം, കർമ്മം നന്നാക്കണം. അതിന് വാശിയും വഴക്കുമൊക്കെ ഒഴിവാക്കിയിട്ട് ദീനെന്താണെങ്കിൽ ആ ദീന് പഠിക്കണം. ഏറ്റവും പരമപ്രധാനമായ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെതിരായിക്കൊണ്ട് അല്ലാഹ് ഒരിക്കലും അവൻ പുറത്തു തരാത്ത പാപങ്ങളിലേക്ക് നീങ്ങരുത്. ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറയരുത്. അത് അവരോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അവരോടുള്ള സ്നേഹം യഥാർത്ഥത്തിൽ അതാണ്. ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെയാണ്. ബദരീങ്ങൾ
ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറയുമ്പോ ബദരീങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല. കാരണം ബദരീങ്ങൾ അള്ളാനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ആ പാതയെയാണ് പിൻപറ്റേണ്ടത്. അതുകൊണ്ട് അള്ളാനെയാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ നേർച്ചയിട്ടുകൂടാ, അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ അറിവ് നടത്തിക്കൂടാ, അള്ളാന്റെ പേരിലല്ലാതെ ഒരു സ്ഥലത്ത് പോയിട്ടും ആണയിട്ട് സത്യം ചെയ്ത് പറഞ്ഞുകൂടാ. അള്ളാഹുടെ വീടിന്റെ കഅബാലയത്തിന്റെ ചുറ്റുമല്ലാതെ ഒരു മഖ്ബറക്ക് സമീപവും പോയിട്ട് തവാഫ് ചെയ്തുകൂടാ. ഇസ്ലാമാണ് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസമായ കാര്യങ്ങളിലും കർമ്മരംഗങ്ങളിലും സ്വഭാവങ്ങളിലും നമ്മുടെ വീടിന്റെ സംസ്കാരത്തിലും വീട് ഇസ്ലാമികമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നില്ല, എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു മുസ്ലിം അവൻ എല്ലായിടത്തും മുസ്ലിമാണ്. പള്ളിയിൽ തഖ്വയുണ്ട്, മാർക്കറ്റിൽ തഖ്വയില്ല, വീട്ടിലെ സ്വകാര്യ റൂമിൽ തഖ്വയില്ല. അങ്ങനെയല്ല വേണ്ടത്. നീ എവിടെയാണെങ്കിലും ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും അല്ലാഹനെ സൂക്ഷിക്കണേ. അല്ലാഹ് കാണാതെ അറിയാതെ കേൾക്കാതെ ഒന്നും ചെയ്യാനോ പറയാനോ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ആ ഒരു ബോധത്തോടുകൂടെ ജീവിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹിനെ ധിക്കരിച്ചു പോകരുത്. റസൂലുള്ള പഠിപ്പിച്ച ദീനനുസരിച്ച് ജീവിച്ച സ്വഹാബത്തിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കരുത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. ആര് അല്ലാഹുവിന്റെ റസൂലിനോട് മത്സരം കാണിക്കുന്നുവോ, അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ പാതയല്ലാത്ത മറ്റേതെങ്കിലും പാതയിലേക്കാരെങ്കിലും എന്തിന്റെയെങ്കിലും പേരിൽ തിരിയുന്നുവെങ്കിൽ തിരിഞ്ഞവനെ തിരിച്ചയിടത്തേക്ക് തിരിച്ചുവിടും. നരകത്തിലാണ് അവന്റെ അധപ്പതനം കേട്ടോ. ആ ഒരു ബോധം നമുക്ക് വേണം. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ മാറ്റിയിട്ട് എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്നതെന്ന്, സലഫികൾ എന്താണ് പറയുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും സകാത്ത് കൃത്യമായി കൊടുക്കുകയും ഹറാമ് കാണാതിരിക്കുകയും കേൾക്കാതിരിക്കുകയും തിന്നാതിരിക്കുകയും ജീവിതത്തിൽ ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ബഹുമാനിക്കേണ്ടവരെയും സ്നേഹിക്കേണ്ടവരെയും ഒക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ അല്ലാഹുവോട് തേടേണ്ടതുണ്ട്. അതിന് നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള സർവ്വ തെറ്റുകുറ്റങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ പുറത്തു തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله.